രാവിലെ തന്നെ കിച്ചണിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചൺ ടീം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വിഷയം. അവിടെ അൻസിബിയാണ് ഈ ആഴ്ച കിച്ചൺ ടീമിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് കിടന്ന് പണിതിരുന്നത്. കൂടെയുണ്ടായിരുന്ന ജിൻഡോയോ ജാസ്മിനോ കിച്ചണിലേക്ക് അധികം എത്തി നോക്കിയിട്ടില്ല. ജിൻഡോ ദിവസം ചോറ് വെച്ചു എന്ന് ജിൻഡോ പറയുന്നുണ്ട്, പാത്രങ്ങളും കഴുകിയിട്ടുണ്ട് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിൻ പിന്നെ കണക്ക് നിരത്താനായിട്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ കണക്ക് നിരത്തുന്നുണ്ട്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഒരു ചായ പോലും കിച്ചൺ ടീം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അൻസിബിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അൻസിബി ഇന്നലെ കിച്ചണിൽ വൈകിട്ട് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻസിബി അവിടെ വയ്യാതിരിക്കുകയാണ്. എന്നിരുന്നാൽ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ്, കിച്ചണിലുള്ള ബാക്കിയുള്ള രണ്ടുപേരും കിച്ചണിലോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് വീട്ടിലെ എല്ലാവരുടെയും വിഷയം. എല്ലാവർക്കും വിശന്നിട്ട് വയ്യ, ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ചായ വെച്ചത് റസ്മിനാണെന്ന് റസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ കിച്ചൺ ടീമിനെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി ഗബ്രി അങ്ങ് ചാടി വീണു. അവിടെ കിച്ചൺ ടീമിന് അൻസിബനല്ല ആരും തന്നെ കുറ്റം പറയുന്നത് ജാസ്മിനെയും ജിൻഡോയുമാണ്. ഇവരെന്തുകൊണ്ട് കയറിയില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും ഗബ്രി ചാടി വീണു. ബിഗ് ബോസ് അപ്പോഴേക്കും എല്ലാവരോടും റെഡി ആവാൻ പറഞ്ഞില്ലേ, പിന്നെ അവരെങ്ങനെ കിച്ചണിൽ കയറും, അവർക്ക് കയറാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടിരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ കയറിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ന്യായീകരിച്ച് അങ്ങ് മെഴുകി. അപ്സരയ്ക്ക് അതങ്ങ് സഹിച്ചില്ല. അപ്സര കയറി ഗബ്രിയുമായിട്ട് നന്നായിട്ട് കോർത്തു. അവിടെ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ റൂളും പുതിയ കാര്യങ്ങളൊന്നും നീ ഉണ്ടാക്കേണ്ട ആവശ്യകതയില്ല. ഇവിടെ എല്ലാവർക്കും രാവിലെ എല്ലാ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ളത് എല്ലാതും അറിയാവുന്ന കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇവിടെ ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രിയുടെ അടുത്ത് അപ്സര കയറി കോർത്തു. എന്തായാലും കിച്ചണിൽ മൊത്തം പൊരിഞ്ഞ അടിയായി ബ്രേക്ക്ഫാസ്റ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും സംഭവം ശരിയാണ്. അവിടെ അൻസിബ മാത്രമാണ് കിച്ചണിൽ കയറുന്ന നന്നായിട്ട് പണിയെടുത്തിരുന്നത്. അവിടെ ജിൻഡോ ആണെങ്കിലും അവിടെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും പണിയെടുക്കാനായിട്ട് ഭയങ്കര മടി തന്നെയായിരുന്നു. ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യ കയറാൻ എന്നുള്ളത്. അപ്പോൾ അവിടെ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ടായിരുന്നു വയ്യ എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയാമായിരുന്നില്ലേ, അപ്പോൾ വേറെ ആളെ വെക്കുമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കിച്ചണിൽ ഇതിന്റെ പേരിൽ അവിടെ പൊരിഞ്ഞ യുദ്ധമാണ് രാവിലെ തന്നെ.